ഇന്ത്യക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ പാകിസ്ഥാന് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുക. ഈ പറഞ്ഞത് ഇന്ത്യയുടെ ഒരു പ്രസ്താവനയല്ല ഇത്. ഈ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലെ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനായ ബിലാവൽ ഭൂട്ടോയാണ്. ഭൂട്ടെ ഇങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് വയ്ക്കുമ്പോൾ പാകിസ്ഥാൻ മറ്റെന്തോ ഒന്നിന് ആക്കം കൂട്ടുന്നു, ഗൂഢാലോചന നടത്തുന്നു എന്ന് വേണ്ടേ സർ കരുതാൻ? ഈ ബിലാവൽ ഭൂട്ടോ ആരാണ്? പാകിസ്ഥാനിലെ രാഹുൽ ഗാന്ധി അല്ലേ? അദ്ദേഹം ഭരണത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരാളല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളാണ്, പ്രതിപക്ഷ മെമ്പറാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്താവനയായിട്ട് ആരും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ട്രാജക്ടറി നോക്കിക്കഴിഞ്ഞാൽ 19ാമത്തെ വയസ്സിലാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം വരുന്നത്. 2010 എന്നാണ്. അവിടെ ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയർമാനായ കക്ഷിയാണ്. രാഹുൽ ഗാന്ധിയായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഭൂട്ടോയുടെ മകൾ ബെനസീർ ഭൂട്ടോ, ബെനസീർ ഭൂട്ടോയുടെ മകൻ സർദാരിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മകൻ ബിലാവൽ ഭൂട്ടോ 19ാമത്തെ വയസ്സിൽ പാകിസ്ഥാനിലെ ഒരു പാർട്ടിയുടെ പരമോന്നത സ്ഥാനത്തെത്തി. ഇദ്ദേഹവും നമ്മുടെ രാഹുൽ ഗാന്ധിയും ഏതാണ്ട് ഒരേ ഫേസിലാണ് കാര്യങ്ങളെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്താവനയായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഒരു അമ്മക്കുഞ്ഞാണ്. അതിൻ്റെ ഒക്കെ വിറ്റ് അവിടെ പാകിസ്ഥാനിലെ അധികാരം ഉറപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. എല്ലാ സമയത്തും പാകിസ്ഥാനിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഭരണപക്ഷത്തിരിക്കുന്നവരെ എതിർക്കാനായിട്ട് ഇന്ത്യ ആക്രമിക്കുക, വെർബലി വാക്കുകൾ കൊണ്ട് ഇന്ത്യ ആക്രമിച്ചിട്ട് ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത നേടിയതിന് ശേഷം പ്രസിഡന്റ് ആകുക എന്നുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുക എന്നുള്ള ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ഗെയിമിന്റെ പാർട്ട് മാത്രമായിട്ടാണ് ഈ സിന്ധു നദീതട കരാറ് റദ്ദാക്കിയാൽ എന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പാകിസ്ഥാന് വെള്ളം കൊടുത്തില്ലെങ്കിൽ അവർ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ അതിൻ്റെ പാകിസ്ഥാന്റെ തലവൻ വേണം അതിൻ്റെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. അവര് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊരു ബാലിശമായ പ്രസ്താവന പോലെയാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ത്രൂ സോഷ്യൽ മീഡിയ. അതിലാണ് അദ്ദേഹം ഏതാണ്ട് നമ്മുടെ VT ബൽറാമിന്റെ റേഞ്ചിൽ വരുന്ന ഒരു സോഷ്യൽ മീഡിയ പൊളിറ്റീഷ്യനായിട്ട് വേണമെങ്കിൽ എടുക്കാം. സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രസ്താവനയും എവിടെയോ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങനെയാണ് നമ്മളുടെയൊക്കെ മുമ്പിലെത്തിയത്. നമ്മുടെ മുമ്പിലെത്തിയതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം സോഷ്യൽ മീഡിയ അഡിക്റ്റുകളായതുകൊണ്ട് അവര് അത് കണ്ടു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊപ്പഗൻഡിസ്റ്റുകൾ നമ്മളുടെ മാധ്യമങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുത്തു. മാതൃഭൂമിക്കായാലും മനോരമയ്ക്കായാലും മാധ്യമത്തിനായാലും മീഡിയ വണ്ണിനൊക്കെ ആണെങ്കിൽ പോലും ഈ വാർത്തയ്ക്കകത്ത് അവർക്ക് അവരുടെ ഒരു ക്ലയൻസിന്റെ അല്ലെങ്കിൽ അഥവാ അവരുടെ വരിക്കാരുടെ ഒരു സുഖം അല്ലെങ്കിൽ വരിക്കാര് ഇത് ഇഷ്ടപ്പെടും എന്ന രീതിയിലാണ് ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാതലായ എന്തെങ്കിലും പഠനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനുള്ള മറുപടി ഇന്ത്യയിൽ നിന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റോ ഫോറിൻ മിനിസ്ട്രിയോ ഡിഫൻസ് മിനിസ്റ്ററോ ഒന്നുമല്ല, അതായത് ഒവൈസിയാണ് പറയുന്നത് പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമാണ്.
പാകിസ്ഥാൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി കാതലായ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിയിലെ ജലം അത് പാകിസ്ഥാൻ ഉണ്ടായ കാലത്തും അതിന് മുമ്പേ തൊട്ടും നമ്മളുടെ ഇന്ത്യയിൽ നിന്നും ഒഴുകി പാകിസ്ഥാനിൽ കൂടെ ഒഴുകി അത് അറബിക്കടലിൽ വീഴുന്ന ഒരു സംവിധാനമാണ്. ഈ സിന്ധു കരാറ് നിലവിലുള്ളത് കൊണ്ട് ആ നദിയിലുള്ള വെള്ളം റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇരു സർക്കാരുകളും യോജിച്ച് നടത്തിയിട്ടില്ല. ഇരു സർക്കാരുകളും കൂടെ യോജിച്ചെങ്കിൽ മാത്രമേ സിന്ധു നദീതടത്തിലെ ജലവിനിയോഗം കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും സിന്ധു നദിയിൽ ഇന്ത്യയിൽ നിന്നും ജലം ഒഴുകും. ഈ വെള്ളം പല കേന്ദ്രങ്ങളിൽ, അതായത് അതിൻ്റെ അത് ഈ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നവർക്കറിയാം. ഇതിനെപ്പറ്റി ശശി തരൂര് ഒരു മാസം മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. നമ്മളുടെ അണക്കെട്ടുകളുടെ നിർമ്മാണം ആധുനികവൽക്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഈ പറയുന്ന സിന്ധു കരാറിനെ കൂടെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഈ വെള്ളം റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട പ്രഥമമായ സാധനം എന്ന് പറയുന്ന അണക്കെട്ടാണ്. ഇതില് ഈ അണക്കെട്ടിന്റെ സിന്ധു നദിയിലെ ഒരു വിഭാഗം നമുക്ക് വളരെ കുറച്ച് പാർട്ടേ ഉള്ളൂ, അത് ശരിയാണ്. 30% ജലമേ നമുക്ക് നമ്മളുടെ രാഷ്ട്രത്തിന്റെ പരിധിക്കകത്ത് വരികയുള്ളൂ. ആ 30% ജലം പോലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അത് യൂട്ടിലൈസ് ചെയ്യാമെങ്കിൽ ആ 30% ജലവിഭവത്തിനെ ഉപയോഗപ്പെടുത്താമെങ്കിൽ ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നവും രാജസ്ഥാനിലും ഗുജറാത്ത് വരെയുള്ള മേഖലയിലെ കാർഷിക രംഗത്തും അത് കഴിയും എന്ന് പറഞ്ഞാൽ ബാക്കി വെള്ളം സ്വാഭാവികമായിട്ട് തന്നെ പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാനിലെ അവരുടെ കാർഷിക മേഖലയിൽ കൂടെയും നഗരങ്ങളിൽ കൂടെയും ഒഴുകി അത് ഗുജറാത്തിന്റെ ഭാഗത്ത്, കച്ച് ഭാഗത്താണെന്ന് തോന്നുന്നു, അവിടെ അറബിക്കടലിൽ ചെന്ന് ചേരുകയോ മറ്റുമാണ് സിന്ധു നദി ചെയ്യുന്നത്. ഈ ജലം പാകിസ്ഥാനിൽ അത് തടഞ്ഞു നിർത്തി ജലവിനിയോഗം നടത്താനുള്ള സംവിധാനം എന്തെങ്കിലും ബിലാവൽ ഭൂട്ടോ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം കൊടുത്തില്ലെങ്കിൽ വെള്ളം ഒരു പരിമിതമായ രീതിയിൽ മാത്രമേ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെള്ളം കൊടുക്കാതിരിക്കലൊന്നും ഉണ്ടായിട്ടില്ല. അത് പറയുന്നത് അതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഹൈപ്പിന് വേണ്ടിയിട്ട് ബിലാവൽ ഭൂട്ടോയെ പോലെയുള്ള ആളുകൾ പറയുന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ അല്ലെങ്കിൽ ഈ പ്രകൃതി വിഭവം ഇവിടെ നിന്ന് ഒഴുകി പാകിസ്ഥാനിൽ കൂടെ പോവും. അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രാഥമികമായ കാര്യങ്ങൾ എന്ന് പറയുന്ന തടയണകൾ നിർമ്മിക്കുകയും ആ വെള്ളം വിവിധ ട്രിബ്യൂട്ടറികളിൽ കൂടെ വേണ്ട സ്ഥലത്ത് കൃഷിക്കായാലും കുടിവെള്ളത്തിന്റെ ആവശ്യത്തിനായാലും കൊടുക്കുകയാണ് വേണ്ടത്. പ്രഥമ ദൃഷ്ടിയ ഇദ്ദേഹം പറയുന്നത്, ബിലാവൽ പറയുന്നതനുസരിച്ച് ഈ വെള്ളം അതിലെവിടെ ഒഴുക്കി കൊടുക്കണം. ഇവര് ഇതെങ്ങനെ മഗ്ഗിൽ കോരി കുടിക്കുമോ? അവരുടെ കാലി വളർത്തലുണ്ട് അവിടെ. കാലി വളർത്തലിന് ഈ പറയുന്ന കാലികളെല്ലാം കൊണ്ടുവന്ന് വെള്ളം കുടിക്കുമോ? കൃഷിക്ക് ഇവരെന്ത് ചെയ്യും? പഴയ തേക്കോട്ട ഉപയോഗിച്ചിട്ട് കോരി എടുക്കാൻ പറ്റുമോ? ഇതൊന്നും ചെയ്യാതെ, സാങ്കേതികമായിട്ട് ഒരു ഇടപാടും ചെയ്യാതെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് പൊളിയായിട്ടുള്ള യാതൊരു പ്രയോജനവും ഇല്ലാതെ വെള്ളത്തിൽ വരച്ച വര എന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭീഷണിപ്പെടുത്താൻ ഉള്ള സ്ഥാനത്തുള്ള ഒരാളൊന്നും അല്ല ബിലാവൽ ഭൂട്ടോ. അത് ഞാൻ ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴുള്ള സർക്കാരിനെ ഈ വെള്ളപ്രശ്നം അട്ടിമറിച്ചാണെങ്കിൽ പോലും ഭരണത്തിൽ വരാൻ ഒക്കുമോ? എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷമോ മറ്റോ തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാം, അറിയത്തില്ല. അങ്ങനെ അട്ടിമറിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ ഇളക്കി വിട്ട് ഒരു നേതാവായി
അവിടെ ഭരണത്തിൽ തിരിച്ചു വരാമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതേ ശ്രമം തന്നെയാണ് നമുക്കിവിടെ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആക്രമിക്കുന്നത് പോലെ ഉള്ള ഒരു ആക്രമണം. അത് പറയുമ്പോൾ ജനത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാകും. രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നിലവാരത്തിലുള്ള വ്യക്തികളാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഗുണ്ട് മാത്രമാണ്. സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ഏറ്റവും മികച്ച ഒരു പോയിന്റ് എന്ന് തോന്നുന്നു. ബിലാവൽ ഭൂട്ടോയും രാഹുൽ ഗാന്ധിയും ഒരേ തൂവൽ പക്ഷികൾ. ഒരാൾ എന്താണ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരാളുടെ നിലപാടും പ്രസ്താവനകളും എന്താണ്, അതേപോലൊരു നിലപാടും പ്രസ്താവനയുമാണ് പാകിസ്ഥാനിൽ ബിലാവൽ ഭൂട്ടോയും സ്വീകരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു. പാകിസ്ഥാനെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് ബിലാവൽ ഭൂട്ടോ നടത്തിയിരിക്കുന്നത്. ഒന്നുകിൽ വെള്ളം തരിക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക, ഇന്ത്യയെ പ്രകോപിപ്പിക്കുക, അതുവഴി പാകിസ്ഥാനെ കുഴപ്പത്തിലാക്കുക. അതുതന്നെയാണ് കുറച്ചു നാളുകളായി ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ആ ഒരൊറ്റ പോയിന്റ് വളരെ വളരെ പ്രസക്തമാണ് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷനിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കേസ്. രാഹുൽ ഗാന്ധിയും ബിലാവൽ ഭൂട്ടോയും ഒരേ തൂവൽ പക്ഷികൾ. അതുകൊണ്ട് കൂടിയാണ് ബിലാവൽ ഭൂട്ടോയുടെ അത്തരമൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.